വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പാർട്ട് 1 ആണ്. അതിൻ്റെ തിയറി പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ചാൽ എന്താണ് വാട്ട് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതെന്താണെന്ന് നോക്കാം. Electromagnetic waves that are created due to vibration between a magnetic field and an electric field are known as electromagnetic waves. From the name itself നമുക്കറിയാം electromagnetic waves, that means electric fieldum magnetic fieldുമായിട്ട് റിലേറ്റഡ് ആണ്. അതെങ്ങനെയാണ്? So the waves that are created due to vibrations between a magnetic field and an electric field are known as electromagnetic waves. അപ്പോൾ നമുക്ക് അതിലൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു വൈ ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ്, ഇസഡ് ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേഷൻ, എക്സ് ആക്സിസിൽ അതിൻ്റെ പ്രൊപ്പഗേഷനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും. ദാറ്റ് വൈബ്രേഷൻ ബിറ്റ്വീൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് electric field are known as electromagnetic waves or EM waves. Okay, electromagnetic waves are shown by a sinusoidal graph. നമ്മളിപ്പം ഒരു ഗ്രാഫ് കണ്ടല്ലോ അല്ലേ, ഒരു ഗ്രാഫ് കണ്ടു. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ഷോൺ ബൈ എ സിനുസോയിഡൽ ഗ്രാഫ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് which are perpendicular to each other. അതായത് നമ്മൾ കണ്ടു എക്സ് വൈ ഇസഡ് ആക്സിസ് പറഞ്ഞാൽ ദാറ്റ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ഷോൺ ബൈ എ സിനുസോയിഡൽ ഗ്രാഫ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് which are perpendicular to each other and are also perpendicular to the direction of propagation of waves. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. Electromagnetic waves are transverse in nature. The highest point of the wave is known as the crest, while the lowest point known as trough. Crest and trough നമ്മൾ പറയില്ലേ. The highest point of wave is known as crest. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വാക്കത്തിൽ പോകുന്ന സ്പീഡ് 3 × 10⁸ ആണ്. എന്താണ് 3 × 10⁸? ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെയാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡിലാണ് ഇതിൻ്റെ സ്പീഡ്. Okay, so in walk on the waves travels at a constant velocity of 3 × 10⁸ meter/second. 3 × 10. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾ ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേസ് ആൻഡ് ഗാമ റേസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്ന മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, ഇതെല്ലാം നമ്മൾ ഒരു എക്സാമ്പിൾ ഫോർ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, so speed is represented by 3 × 10⁸. നമ്മൾ ഇനി ഫസ്റ്റ് ഇതിൻ്റെ സിലബസിലോട്ട് പോവുകയാണ്. അതിനകത്ത് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ കറണ്ട് വിച്ച് പ്രൊഡ്യൂസ് ഇൻ ദ റീജിയൻ ഇൻ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഹെൻസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ചസ് വിത്ത് ടൈം. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ വിച്ച് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ഹെൻസ് വിച്ച് പ്രൊഡ്യൂസ് ഒരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. സോ ദാറ്റ് ദർ ഈസ് എ കറണ്ട് ഫ്ലോസ്. ദാറ്റ് കറണ്ട് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് റെപ്രസെൻറ്റഡ് ബൈ ID, ദാറ്റ് ഈസ് ഈക്വൽ ടു epsilon d∅/dt, epsilon d∅/dt, where phi is the electric flux. Okay, so ID equal to rate of change of electric flux into
എപ്സിലോൺ സീറോ. അതാണ് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ഇറ്റ് ഈസ് ദ കറണ്ട് വിച്ച് പ്രൊഡ്യൂസ് ഇൻ ദ റീജിയൻ ഇൻ വിച്ച് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഹെൻസ് ദ electric flux changes with time. So the equation of the electric displacement current is ID is equal to epsilon 0 into d phi by dt. Where d phi എന്താണ്? Phi is the electric flux. Okay. Then next is ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആംബിയർ മാക്സ്വെൽസ് ലോ. വാട്ട് ഈസ് ദാറ്റ്? ദ ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ എനി സർഫസ് ഓഫ് വിച്ച് ദ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ദ പെരിമീറ്റർ ഈസ് ദ സം ഓഫ് ദ കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അതായത് ഒരു സർഫസ് ക്ലോസ്ഡ് സർഫസിൽ കൂടെ ഉള്ള കറണ്ട് പാസ് ചെയ്യുന്ന സം ഓഫ് ദ കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാകും, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടാകും. അതിൻ്റെ സമ്മ ആയിരിക്കും ടോട്ടൽ കറണ്ട്. അതാണ് എന്താ ആംബിയേഴ്സ് മാക്സ്വെൽ ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് തിയറി പറഞ്ഞു പോകാം. ഓക്കെ, ആംബിയേഴ്സ് മാക്സ്വെൽസ് ലോ. ടോട്ടൽ കറണ്ട് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ദ സം ഓഫ് ദ കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ എന്താണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മാക്സ്വെൽസ് ഇക്വേഷനാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാക്സ്വെൽസ് 4 ഇക്വേഷൻസ്. അപ്പം നമുക്കത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Maxwell's equations are a set of 4 equations that describe the behavior of electric and magnetic fields and how they related to each other. 4 മെയിൻ ഇക്വേഷൻസ് ആണുള്ളത്. അതെന്താ നമുക്ക് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ബിഹേവിയർ ആൻഡ് ഹൗ ദേ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഓക്കെ, നമുക്കിത് 4 ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ലോ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ വി. സെക്കൻഡ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. തേർഡ് ഇക്വേഷൻ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഫോർത്ത് ഇക്വേഷൻ ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി പ്ലസ് ജെ ആണ്. ഈ 4 മാക്സ്വെൽസിൻ്റെ 4 ഇക്വേഷൻസ്. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഇത് പഠിക്കാം. ഓക്കെ, Maxwell's first equation. Maxwell's first equation is based on the Gauss law of electrostatic, which states that when a closed surface integral of electric flux density is always equal to the charge enclosed over the surface. നമ്മൾ പറഞ്ഞു മാക്സ്വെൽസിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ ആണ്. ഓക്കെ, സോ മാക്സ്വെൽ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഗോസ് ലോ. അപ്പോൾ അതങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ഓൺ വിച്ച് ലോ? ഗോസ് ലോ ആണ്. When a closed surface integral of electric flux density is always equal to charge enclosed on the over the surface. അതാണ് നമ്മൾ ആ ഇക്വേഷൻ പറഞ്ഞത്. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ. റോ എന്ന് വെച്ചാൽ ടോട്ടൽ. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. ഇനി നെക്സ്റ്റ് ആണ് മാക്സ്വെൽ സെക്കൻഡ് ഇക്വേഷൻ. Maxwell's second equation based on Gauss law of magnetostatics. ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് ഗോസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്. സെക്കൻഡ് ഇക്വേഷൻ ബേസ്ഡ് ഓൺ ഗോസ് സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ സ്കെയിലർ മാഗ്നറ്റിക് ഫ്ലക്സ് എൻക്ലോസ്ഡ് വിത്തിൻ ദാറ്റ് സർഫസ് ഓഫ് എനി ഷേപ്പ് ഓഫ് സൈസ് ലൈങ് ഇൻ എനി മീഡിയം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ ടോട്ടൽ സ്കെയിലാർ മാഗ്നറ്റിക് ഫ്ലക്സ്. ടോട്ടൽ സ്കെയിലാർ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 സ്റ്റേറ്റ് ദാറ്റ് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 വെയർ ബി ഈസ് ദ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പറഞ്ഞത് മാക്സ്വെൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഗോസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്. സെക്കൻഡ് ലോ പറയുന്നത് ഗോസ് ലോ ഓഫ് മാഗ്നറ്റോസ്റ്റാറ്റിക്. ഫസ്റ്റ് ലോ ഈസ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. സെക്കൻഡ് ലോ ഈസ് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. അതാണ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും.
ഇനി വരുന്നത് നെക്സ്റ്റ് ഈസ് ദ മാക്സ്വെൽ തേർഡ് ഇക്വേഷൻ. മാക്സ്വെൽ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് ഈസ് ദ മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ. മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ ഈസ് ഡിറൈവ് ഫ്രം ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പം തേർഡ് ലോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിറൈവ്ഡ് ഫ്രം ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. It states that whenever there are n turns of conducting coil in a closed path placed in a time-varying magnetic field, an alternating EMF gets induced in each coil. That is, Lenz's law gives this, which state an induced EMF always opposes the time-varying magnetic flux. അതായത് മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾസോ ലെൻസസ് ലോ പറയുന്നത് അതിൻ്റെ ഡയറക്ഷനാണ്. ദാറ്റ് ഈസ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത് എന്താണ്? വെനെവർ ദെയർ ഇസ് എൻ ടേൺ ഓഫ് കണ്ടക്റ്റിംഗ് കോയിൽ ഇൻ എ ക്ലോസ് പാസ്, ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ ടി ആണ് എന്താ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇനി അതിൻ്റെ സൈൻ മൈനസ് വന്നത് ബേസ്ഡ് ഓൺ ദ ലെൻസസ് ലോ. What is Lenz's law? An induced EMF always opposes the electromotive force or EMF. An induced electromotive force always opposes the time varying magnetic flux. അപ്പോൾ നമ്മളോട് ഒരു കൺക്ലൂഷൻ, മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ്റെ കൺക്ലൂഷൻ എന്താണ്? മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ബോത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ലെൻസസ് ലോ. ഓക്കെ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചാണ് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ ടി. ഇനി അതിൻ്റെ ഒരു മൈനസ് സൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഫ്രം ദ ലെൻസസ് ലോ. വാട്ട് ഈസ് ലെൻസസ് ലോ? ലെൻസസ് ലോ സ്റ്റേറ്റ്സ് ആൻ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓൾവേസ് ഓപ്പോസസ് ദ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഓൾവേസ്, അപ്പോൾ ആ നെഗറ്റീവ് സൈൻ അതുകൊണ്ടാണ് ഓൾവേസ് ഓപ്പോസസ് ദ ടൈം വേരിയിങ് ഫീൽഡ്. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഇനി മാക്സ്വെൽസ് ഫോർത്ത് ഇക്വേഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ, അപ്പോൾ ഓരോ ലോയും മാക്സ്വെൽസിൻ്റെ 4 ഇക്വേഷൻ എന്തിനെ ബേസ് ചെയ്യുന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മാക്സ്വെൽ ഫോർത്ത് ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ആംബിയർ സർക്യൂട്ട് ലോ. വാട്ട് ഈസ് ദാറ്റ്? ദ ലോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. സോ ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി പ്ലസ് ജെ. ജെ എന്താണ്? കറണ്ട് ഡെൻസിറ്റി. ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി പ്ലസ് ജെ. നമ്മൾ ആംബിയർ സർക്യൂട്ട് ലോ പഠിച്ചിട്ടുണ്ട്. അതിനെ റിലേറ്റ് ചെയ്താണ് എന്ത് മാക്സ്വെൽസ് ഫോർത്ത് ഇക്വേഷൻ വരുന്നത്. ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി പ്ലസ് ജെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ക്ലാസ്സിൽ പഠിച്ചത് മാക്സ്വെൽസിൻ്റെ 4 ഇക്വേഷൻ പഠിച്ചു. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണെന്ന് പഠിച്ചു. പിന്നെ മാക്സ്വെൽസിൻ്റെ 4 ഇക്വേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഏതൊക്കെ ലോയിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഓരോ ലോയി എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് എടുക്കാം, നെക്സ്റ്റ് പോർഷൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.